ഓണാക്കി. വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സെറ്റിനെ നമുക്ക് രണ്ട് തരത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഒന്ന് റോസ്റ്റർ ഫോമും ഒന്ന് സെറ്റ് ബിൽഡർ ഫോം. നിങ്ങളിപ്പോൾ കുറച്ച് സെറ്റ് ബിൽഡർ ഫോമിൽ നിന്ന് റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. നമുക്ക് നേരെ തിരിച്ചൊന്ന് കൺവേർട്ട് ചെയ്താലോ? ഞാൻ റോസ്റ്റർ ഫോം വായിക്കും, നിങ്ങൾ അതിൻ്റെ എന്തിലേക്ക് മാറ്റി എഴുതിക്കൊള്ളണം? സെറ്റ് ബിൽഡർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തോളണം. ഓക്കെ, അതിൽ ആദ്യത്തെ ചോദ്യം, സെറ്റ് ഓഫ് ഓൾ 3, 6, 9, 12. 3, 6, 9, 12. ഇതിനെന്തിലേക്ക് മാറ്റണം? സെറ്റ് ബിൽഡർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത്. എഴുതി കഴിയാറായോ? ഒന്ന് വായിക്കാമോ? അഭിനവേ ഒന്ന് വായിച്ചേടാ. നീ വേഗം, അത്രയും സമയമൊന്നും വേണ്ട, നീ കുറച്ചൊന്ന് പറഞ്ഞു തന്നാ. 3, 6, 9, 12 ഇത്രയേ ഉള്ളൂ അല്ലേ? നമുക്കിതിന് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് ഒന്ന് മാറ്റിയാലോ? ഉടനെ എന്ത് എഴുതുക? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്. ഉടമ്പലുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കാലോ. ഇനി എങ്ങനെയുള്ളതൊക്കെ പ്രവേശനമുള്ളൂ? ഈ 3, 6, 9, 12 എന്ന് പറയുന്നത് എന്താ? അത് മൾട്ടിപ്പിൾ ഓഫ് 3, 3ന്റെ ഗുണനങ്ങൾ അല്ലേ? അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു എന്തായി? 3n, 3ന്റെ ഗുണനങ്ങൾ. ശരിയല്ലേ? 3ന്റെ ഗുണനങ്ങൾ. ഇനി ഈ എന്നിന് തീരുമാനിക്കാൻ പോവാ. n എവിടം വരെ പോയി എവിടം വരെ അവസാനിക്കണം? മൊത്തം n 1, 2, 3, 4 മൊത്തം കൊടുക്കാൻ പറ്റുമോ? ഇല്ല. എന്നിന് ഒരു പരിധി നമ്മളിവിടെ നിശ്ചയിച്ചിട്ടുണ്ട്. ശരിയല്ലേ? എവിടം തുടങ്ങി എവിടം വരെ പോകാം എന്നിന് വാല്യൂ? 3 into 1 കൊടുത്താൽ 3, 2 കൊടുത്താൽ 6, അപ്പോൾ 2 കൊടുക്കാം, കുഴപ്പമില്ല. 3 കൊടുത്താൽ 3 into 3 9, 3യും കൊടുക്കാം. ദെൻ 3 into 4 കൊടുത്താൽ 12, അപ്പോൾ 4ഉം കൊടുക്കാം. 3 into 5 15, അതിവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ എവിടെ തുടങ്ങി എവിടെ വരെ കൊടുക്കാൻ നമുക്ക് പറ്റുള്ളൂ? 1 തുടങ്ങി 4 വരെ കൊടുത്തിട്ട കാര്യമുള്ളൂ. ശരിയല്ലേ? അപ്പോൾ അടുത്ത വീണ്ടും കണ്ടീഷൻ നമ്മളിവിടെ കോമ ഇട്ട് കൊടുക്കുവാണ്. എങ്ങനെയാണ്? 1 less than or equal to n less than or equal to 4. 4 വരെ കൊടുത്താലാണ് ഇവിടെ കാര്യം നടക്കുള്ളൂ. ശരിയല്ലേ? 1നും 4നും ഇടയ്ക്കുള്ള, ഇനി ഒന്നുകൂടെ തിരിച്ചു പറയണം, 1നും 4നും ഇടയ്ക്കുള്ള എല്ലാ സംഖ്യകളും വരുമോ? ആര് മാത്രമേ മതി? നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ഒന്നുകൂടെ നമ്മളൊന്ന് ഊന്നി പറയുവാണ്, n എലിമെന്റ് ഓഫ് ക്യാപിറ്റൽ N. നാച്ചുറൽ നമ്പേഴ്സ് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ഇങ്ങനെ എഴുതാൻ കിട്ടിയായിരുന്നോ? എന്തെങ്കിലും അതിൽ എഴുതാൻ പറ്റിയോ? എക്സ് ഇസ് ഈക്വൽ ടു 3n എന്നൊക്കെ രചന പറയണ ഞാൻ കേട്ടായിരുന്നു. ഈ കണ്ടീഷൻ എഴുതിയോ? ഇതും എഴുതാൻ കിട്ടി. പിന്നെ ഈ ഒരു കാര്യമാണോ മറന്നുപോയത്? നാച്ചുറൽ ഇത് എഴുതാനുള്ള കാര്യം എന്താ? അല്ലെങ്കിൽ ഈ കൂടെ ആര് കയറി പോരും? ഡെസിമൽ നമ്പർ അല്ല, ഫ്രാക്ഷൻസും കയറും ഇങ്ങനെ ഈ കണ്ടീഷൻ എഴുതിയില്ലെങ്കിൽ അല്ലേ? 1നും 4നും ഇടയ്ക്കുള്ള എല്ലാ ഫ്രാക്ഷനോടും കയറി കഴിഞ്ഞാൽ സെറ്റ് ഇതിൽ ഒതുങ്ങുമോ? ഇല്ല. അപ്പം അതും കൂടെ ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടി നമ്മൾ എന്ത് കൊടുത്തത്? n എലമെന്റ് ഓഫ് n എന്ന് എഴുതിയത്. നാച്ചുറൽ നമ്പേഴ്സ് മാത്രം മതി. ദെൻ അടുത്തത് സെറ്റ് ഓഫ് ഓൾ 5, 25, 125, 625 എക്സെട്ര ഇല്ല, അവിടെ കൊണ്ട് തീരുക. 5, 25, 125, 625. അതിനൊന്ന് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് ആക്കി മാറ്റിക്കേ. രഹന ഒന്ന് പറഞ്ഞേ, ഇനി ഇതിനെ ഒന്ന് മാറ്റി പിടിച്ചേ. ഇത് എന്തെങ്കിലും പ്രത്യേകത കൊച്ചിന് തോന്നിയത് കണ്ടിട്ട്?
5ൻ്റെ ഇത് 5ൻ്റെ സ്ക്വയർ ആണോ? പിന്നെ എന്നതാ 5ൻ്റെ മൾട്ടിപ്പിൾ. ഇതെല്ലാം 5ൻ്റെ മൾട്ടിപ്പിൾ ആണ്. പക്ഷെ എങ്ങനെ മൾട്ടിപ്പിൾ? എന്തെങ്കിലും ഒരു ബന്ധം പറഞ്ഞേ. എന്തെങ്കിലും ഒരു റിലേഷൻ എന്തെങ്കിലും കണ്ടിട്ട് കൊച്ചു തോന്നുന്നുണ്ടോ? അപ്പം ഇങ്ങനെ അടുപ്പുള്ള സംഖ്യകളൊക്കെ ആണല്ലേ 5ൻ്റെ. എന്തൊക്കെയാണ്? എന്തെങ്കിലും ഒരു ക്ലൂ എന്തെങ്കിലും കണ്ടിട്ട് തോന്നുന്നുണ്ടോ? ഈ 5നെ നമുക്ക് എങ്ങനെ എഴുതാം? 5 ഈസ് ഈക്വൽ ടു എങ്ങനെയും എഴുതാം ഒരു 5 ഇൻറ്റു 1 എന്ന് പറഞ്ഞു. ഓക്കെ, 5 ഇൻറ്റു 1. 25നെ എങ്ങനെ എഴുതാം? 5 ഇൻറ്റു 5 എന്ന് എഴുതാം. ഇനി 125നെ എങ്ങനെ എഴുതാം? 50 ഇൻറ്റു 15 അല്ല. ഒന്ന് നോക്കിയൊക്കെ വീണ്ടും ഈ 5 ഇൻറ്റു 1നെ ടീച്ചർ 5 റേസ് ടു 1 എഴുതിയാൽ തെറ്റുണ്ടോ? 5 റേസ് ടു 1ൻ്റെ ആൻസർ സെയിം തന്നെയല്ലേ? ഇനി 5 ഇൻറ്റു 5നെ ഞാനിങ്ങനെ എഴുതിക്കോട്ടെ. 5 സ്ക്വയറിന് എഴുതിയാൽ തെറ്റാണോ? 5 ഇൻറ്റു 5 25 അല്ലേ? 5 സ്ക്വയർ. ഇത് 5 റേസ് ടു 1, 5 റേസ് ടു 2. ഇനി 125 എന്തായിരിക്കും? 5 റേസ് ടു 3 ആണ്. 5 റേസ് ടു 3. 625 അപ്പം എന്തായിരിക്കും? 5 റേസ് ടു 4. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. 5 ഇൻറ്റു 5 ഇൻറ്റു 5, അതായത് 5 ക്യൂബ് എന്ന് പറയുന്നത് 5 5 25. 25ന് 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 125. ദെൻ 4 തവണ 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5 വിച്ച് ഈസ് ഈക്വൽ ടു 5 റേസ് ടു 4 അല്ലേ? 5 5 25. 25 5 125. 125ന് 5 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 625. 625. അപ്പോൾ ഇത് നമുക്ക് തന്നിരിക്കുന്നത് എന്താ? 5ൻ്റെ പവറുകളാണ് എന്ന് പറഞ്ഞാൽ മതി. 5ൻ്റെ പവറുകൾ എങ്ങനെ എഴുതാം? 5 റേസ് ടു 1, 5 റേസ് ടു 2, 5 റേസ് ടു 3, 5 റേസ് ടു 4. ശരിയല്ലേ പറഞ്ഞ കാര്യം? മനസ്സിലായില്ലേ ഇപ്പോൾ? ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് ഇവിടെ എങ്ങനെ വരും? എക്സ് ഇസ് ഈക്വൽ ടു 5 റേസ് ടു n. 5 റേസ് ടു 5ൻ്റെ പവറുകളായാൽ മതി. 5ൻ്റെ പവറുകൾ. 5ൻ്റെ എല്ലാ പവറുകളും വേണോ? ഇനി 5ൻ്റെ എല്ലാ പവറും വേണോ? എവിടെ തുടങ്ങി എവിടം വരെയുള്ള പവർ മതി നമുക്ക്? എവിടെ തുടങ്ങി? 1 കൊടുത്തു, 2ാമത്തെ പവർ, 3ാമത്തെ പവർ, 4ാമത്തെ പവർ. അപ്പോൾ എവിടെ തുടങ്ങി എവിടം വരെ മതി? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഇനി ആ n-ൻ്റെ പ്രത്യേകത n എലമെന്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആയാൽ മതി. ഓക്കെ, അടുത്തത് സെറ്റ് ഓഫ് ഓൾ 2 4 6 8 എക്സെട്ര. 2 4 6 8 എക്സെട്ര സെറ്റ് ബിൽഡർ ഫോമിലേക്ക്. നീലകണ്ഠ ഒന്ന് പറഞ്ഞേ, ഇതെന്തിൻ്റെ ഏത്? 2ൻ്റെ മൾട്ടിപ്പിൾ. എങ്ങനെ എഴുതാം? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2n. നമുക്കറിയാം 2ൻ്റെ ഗുണനങ്ങളാണ് 2 4 6 8 10 എന്ന് പറഞ്ഞ് അങ്ങ് പൊക്കോളുക. ഓക്കെ, ഇനി എക്സ് ഇസ് ഈക്വൽ ടു 2n കോമ n ബിലോങ്സ് ടു n. നാച്ചുറൽ നമ്പേഴ്സാണ് കൊടുക്കുന്നത് അല്ലേ? n നമ്മൾ 1 കൊടുത്തപ്പോൾ ഇത് കിട്ടി, 2 കൊടുത്തപ്പോൾ ഇത് കിട്ടി, 3 കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുത്തു പോകുന്നു. n ബിലോങ്സ് ടു ക്യാപിറ്റൽ N. ഇവിടെ ഒരു ലിമിറ്റേഷൻ ഉണ്ടോ ഇതിന്? ഇല്ല. കാരണം ഇവിടെ എന്താണ് 8 കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താ കൊടുത്തേക്കുന്നത്? എക്സെട്ര. അപ്പോൾ തുടർന്നുകൊണ്ടേ ഇരിക്കുമോ? ഇതിനൊരു അവസാനം ഉണ്ടോ? ഇല്ല, തുടർന്നുകൊണ്ടേ ഇരിക്കുവാണ്. അതുകൊണ്ട് നമ്മളിവിടെ ഇനി ഇത്രയുടെയും ഇതിൻ്റെയും ഇടയിൽ കിടക്കണമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, തുടർന്നു കൊണ്ടിരിക്കുക. നമുക്ക് ഇത്രയും മതി. n എലമെന്റ് ഓഫ് n.
രഹനെ അത് പിടികിട്ടിയോ പറഞ്ഞ പോയിന്റ്? അവിടെ എക്സെട്ര തുടർന്നുകൊണ്ടിരിക്കുക, ഒരു ലിമിറ്റേഷൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മളും ഇവിടെ ലിമിറ്റേഷൻ പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല, എല്ലാ എന്നുകൾക്കും ബാധകമാണ്. ഓക്കെ, അപ്പം ഏകദേശം കുറച്ച് ഐഡിയകളൊക്കെ കിട്ടിയല്ലോ അല്ലേ? ഇനി 2-3 നല്ല ചോദ്യങ്ങൾ ഞാൻ ഹോംവർക്കായിട്ട് തന്ന് വിട്ടേക്കാം. അടുത്ത ദിവസത്തേക്ക് അത് ചെയ്തുകൊണ്ട് വരിക. ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ വീട്ടിലും ഇല്ലല്ലോ, തന്നു വിടാം ചോദ്യം. അതെ, ഇനി നമുക്ക് കുറച്ച് പേരൊക്കെ പഠിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ റോസ്റ്റർ ഫോം, സെറ്റ് ബിൽഡർ ഫോം നമ്മൾ കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ച് പുതിയ പുതിയ വാക്കുകൾ, പുതിയ പുതിയ പേരുകളൊക്കെ പഠിക്കാം. Different types of sets. Next heading, different types of sets. Different types of sets. നമുക്ക് കുറച്ച് പുതിയ പുതിയ സെറ്റുകളൊക്കെ കാണാം. അതിലെ ഫസ്റ്റ് കേസ് പറയുവാണ്, ശ്രദ്ധിച്ചേ. ഒരു കേസ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരുവാണ്. The set of all natural numbers, the set of all natural numbers between, the set of all natural numbers between 5 and 6. The set of all natural numbers between 5 and 6. ഉത്തരം രഹനെ ഒന്ന് പറഞ്ഞേ, എന്താ ഉത്തരം? എൻ്റെ ചോദ്യം എന്തായിരുന്നു? ഒന്ന് ക്ലിയർ ആക്കി പറഞ്ഞേ എനിക്ക്. ബിറ്റ്വീൻ, എന്താ എൻ്റെ അർത്ഥം? നാച്ചുറൽ നമ്പറിന് സെറ്റ് എഴുതാൻ, നാച്ചുറൽ നമ്പേഴ്സിന് സെറ്റ് എഴുതാനാണ് ചോദ്യം, ശരിയല്ലേ? ഏതൊക്കെയാ? ഒന്നും ഉണ്ടോ? 5ൻ്റെയും 6ൻ്റെയും ഇടയിൽ ഒത്തിരി റാഷണൽ നമ്പേഴ്സ് ഉണ്ട്, ഫ്രാക്ഷനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? 5ൻ്റെ 6ൻ്റെ ഇടയിൽ ഇഷ്ടം പോലെ ഫ്രാക്ഷൻസും എല്ലാം ഇരിക്കുന്നുണ്ട്. പക്ഷേ നാച്ചുറൽ നമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടോ? 5 കഴിഞ്ഞാൽ പിന്നെയുള്ള നാച്ചുറൽ നമ്പർ ഏതാ? 6 ആണ്. 5ൻ്റെയും 6ൻ്റെയും ഇടയിൽ ഒരു നാച്ചുറൽ നമ്പർ പറയാൻ നമുക്കുണ്ടോ? ഇല്ല, ശരിയല്ലേ? അപ്പോൾ ഒരു ഉത്തരം പറയാൻ നമ്മുടെ കയ്യിലുണ്ടോ? ചോദ്യത്തിന് നമുക്ക് ഉത്തരം ഇല്ല. ഓക്കെ, അപ്പോൾ ഈ സെറ്റിൻ്റെ ഒരു എലിമെൻ്റ് പോലും നമുക്ക് എന്തില്ല, എഴുതാൻ കിട്ടിയില്ല. ഓക്കെ, അങ്ങനെ പക്ഷെ ചോദ്യം ചോദ്യം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഉത്തരം നമുക്ക് നോക്കിയപ്പോൾ ഒന്നും എഴുതാൻ കിട്ടിയില്ല. അങ്ങനെയുള്ള സെറ്റുകളെ വിളിക്കുന്ന പേരാണ് ദ എംപ്റ്റി സെറ്റ്. എലമെന്റ്സ് ഒന്നും വന്നില്ല, ചോദ്യമുണ്ട് പക്ഷെ സെറ്റ് ചെയ്താൽ നോക്കിയപ്പോൾ അവിടെ വല്ല എലമെന്റ്സ് നമുക്ക് എഴുതാൻ കിട്ടിയോ? ഇല്ല. അപ്പോൾ എലമെന്റ്സ് ഒന്നും ഇല്ലെങ്കിൽ അങ്ങനെയുള്ള സെറ്റുകളുടെ പേരാണ് ദ എംപ്റ്റി സെറ്റ്, അല്ലെങ്കിൽ വോയിഡ് സെറ്റ് എന്നും വിളിക്കാറുണ്ട്. വോയിഡ് സെറ്റ്, വോയിഡ് സെറ്റ്, എംപ്റ്റി സെറ്റ്. തൊട്ട് ഫസ്റ്റ് സെറ്റിന്റെ പേരായിട്ട് എഴുതിക്കോ, ദ എംപ്റ്റി സെറ്റ്. എംപ്റ്റി സെറ്റ്. A set which does not contain any element. A set which does not contain, a set which does not contain any element is called the empty set. Empty set എന്ന് വിളിക്കാം, null set എന്ന് വിളിക്കാം, void set എന്ന് വിളിക്കാം. Empty set or null, N-U-L-L, null set or void, V-O-I-D, V-O-I-D set. null set, void set, empty set എന്ന് വിളിക്കാം. ഇനി നമുക്ക് എലിമെന്റ് ഒന്നും എഴുതാൻ കിട്ടിയില്ല, സെറ്റ് നമ്മൾ അന്വേഷിച്ച് ഉത്തരം പോയപ്പോൾ നമുക്ക് ഇവിടെ ഒന്നും എഴുതാൻ പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല. ഓക്കെ, ഒന്നെങ്കിൽ നമുക്ക് അതിൻ്റെ വെറുതെ ഇങ്ങനെ എഴുതി വെക്കാം, ഇങ്ങനെ എലിമെന്റ്സ് ഒന്നും ഇതിൽ വന്നില്ല. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ചിഹ്നം സ്കൂളിൽ കേട്ടിട്ടുണ്ടാവില്ലായിരിക്കും, ഫൈ എന്ന് പറയും. ഇത് എങ്ങനെ വായിക്കുന്നത്? ഫൈ. നൊട്ടേഷൻ്റെ പേരാണ് ഫൈ. ഇതിലൊന്നും ഇല്ല എന്ന് സൂചിപ്പിക്കാനുള്ള ചിഹ്നമാണ് കേട്ടോ ഇത്, ഫൈ എന്ന്. ഫൈ. The empty set is denoted by the symbol. The empty set is denoted by the symbol phi or
2 ബ്രേസസ് വെറുതെ വരച്ച് വെക്കുക, ഉള്ളിലൊന്നും ഇല്ലാതെ. എക്സാമ്പിളായിട്ട് എഴുതിക്കേ. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് അങ്ങ് എഴുതി വെച്ചോ. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പർ ബിറ്റ്വീൻ 5 and 6, അല്ലെങ്കിൽ 1 and 2, 3 and 4, ഇഷ്ടമുള്ള എക്സാമ്പിൾ നിങ്ങൾക്ക് എഴുതാം. എഴുതി വെച്ചോ. അടുത്തത് നെക്സ്റ്റ്, ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്സ്. ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്സ്. ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്സ്. ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്. എന്തായിരിക്കും ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മളിപ്പോൾ കണ്ട കുറച്ച് സെറ്റുകളെ ഞാനങ്ങ് പറയുവാണ്, വെറുതെ എഴുതുവാണ് കേട്ടോ. സെറ്റ് ഓഫ് ഓൾ 3, 6, 9, 12 നമ്മളിപ്പോൾ കണ്ടൊരു സെറ്റാണ്. ഓക്കെ, വീണ്ടും നമ്മൾ വേറൊരു സെറ്റ് കണ്ടു. സെറ്റ് ഓഫ് ഓൾ 2, 4, 6, 8 എക്സെട്ര. 2 സെറ്റ് എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് തോന്നിയോ? ഇതിലെ എലമെൻസിനെ നമുക്ക് എന്ത് ചെയ്യാം? 1, 2, 3, 4 എന്ന് എനിക്കൊക്കെ പറഞ്ഞു വെക്കാം. ഇതിലെ എലമെൻസിനെ ഇത്ര എലമെൻസേ ഉള്ളൂ എന്ന് പറയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. പറയാൻ പറ്റിയാൽ ആ സെറ്റിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഫൈനൈറ്റ് സെറ്റ്. അങ്ങനെ പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഇൻഫൈനൈറ്റ് സെറ്റ്. ഓക്കെ, ഡെഫിനിഷൻ എഴുതിക്ക്. എ സെറ്റ് വിച്ച് ഈസ് എംപ്റ്റി. A set which is empty, a set which is empty or consists of a definite number of elements. A set which is empty or consists of a definite number of elements. Definite number of elements is called finite. എണ്ണം അല്ലെ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റിയാൽ അതിനെ ഫൈനൈറ്റ് എന്നും, എണ്ണിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇൻഫൈനൈറ്റ് സെറ്റ് എന്നും വിളിക്കുന്നു. ഓക്കെ, ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഈസ് കോൾഡ് ഫൈനൈറ്റ്, അതർവൈസ് ദ സെറ്റ് ഈസ് കോൾഡ് ഇൻഫൈനൈറ്റ്. ഓക്കെ, ഒരു എക്സാമ്പിൾ വീതം അങ്ങ് പറഞ്ഞു പോകാം. എക്സാമ്പിൾ എഴുതിക്കേ. ലെറ്റ് W be the set of the days. Let W be the set of the days of the week. Set of the days of the week. ഒരാഴ്ചയിലെ ദിവസങ്ങളുടെ പേര് എന്തൊക്കെ വരും? മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ എത്ര എണ്ണം ഉണ്ട്? അതിൽ കൂടുതൽ വരുമോ? നമുക്ക് എണ്ണിയെടുക്കാം. അപ്പോൾ അത് എന്തിന് എക്സാമ്പിളാണ്? ഫൈനൈറ്റ് സെറ്റിന് എക്സാമ്പിളാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഫൈനൈറ്റ് സെറ്റിന് സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേരെ. ഇനി അടുത്ത എൻ്റെ ചോദ്യം ഇതാണ്, എഴുതിക്കോ. ലെറ്റ് S be the set of points on a line. Set of points on a line. ഒരു ലൈനിലെ പോയിന്റുകളുടെ കളക്ഷൻ. ഒരു ലൈനിലെ പോയിന്റുകളുടെ കളക്ഷൻ എന്തായിരിക്കും? എണ്ണിയെടുക്കാൻ പറ്റുമോ? നമുക്കറിയാം, ഒരു ലൈൻ വരയ്ക്കണമെങ്കിൽ ചുരുങ്ങിയത് എത്ര പോയിന്റ് വേണം? 2 പോയിന്റ്. 2 പോയിന്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് അതിനെ കണക്ട് ചെയ്ത് ഒരു ലൈൻ വരയ്ക്കാൻ പറ്റുള്ളൂ. അത് നമുക്കറിയാം. മിനിമം ചുരുങ്ങിയത് 2 പോയിന്റ് എങ്കിലും വേണം ഒരു ലൈൻ വരയ്ക്കണമെങ്കിൽ. പക്ഷെ ആ വരച്ച ലൈനിൽ എത്ര പോയിന്റ് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എണ്ണിയെടുക്കാൻ പറ്റുമോ?
ഇഷ്ടം പോലെ പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ അതെന്തിന് എക്സാമ്പിൾ? അവൻ്റെ സെറ്റായിട്ട് നമ്മൾ എഴുതി നമുക്ക് എണ്ണാൻ പറ്റുമോ? ഇല്ല. ദാറ്റ് ഈസ് ഇൻഫൈനൈറ്റ് സെറ്റിന് എക്സാമ്പിൾ ആണ്. ഇനി ശ്രദ്ധിച്ചേ, അപ്പോൾ ഇത് സെറ്റ് എ ആണ് എന്ന് വിചാരിക്കുക കേട്ടോ. ഒരു കാര്യം കൂടെ തന്നെ എണ്ണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ കൂടെ തന്നെ പറയുവാണ്. ശ്രദ്ധിച്ചേ, എ ഈസ് ഈക്വൽ സെറ്റ് ഓഫ് ഓൾ 3, 6, 9, 12. ഇനി എ എന്ന് പറയുന്ന സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? എത്ര എലമെന്റ്സാണ് ഉള്ളത്? 4 എലമെന്റ്സ് അല്ലേ ഉള്ളത്. നമുക്ക് ഇതിനെ എങ്ങനെ ഡിനോട്ടേറ്റ് ചെയ്യാം? എങ്ങനെ ഡിനോട്ട് ചെയ്യാം? എണ്ണത്തെ നമ്മൾ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്? എ എന്ന് പറയുന്ന സെറ്റിലെ എണ്ണത്തെ എങ്ങനെ സൂചിപ്പിക്കും? n ഓഫ് എ. Okay, number of elements in A is denoted by n of A. ഇങ്ങനെയാണ് കേട്ടോ സൂചി. n of A is equal, ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം. ഇവിടെ നമുക്ക് എണ്ണം പറയാൻ പറ്റുമോ? ഇല്ല. വേറെ എവിടെയെങ്കിലും? അടുത്ത സെറ്റ് B. B is equal to A, E, I, O, U. n of B എന്ന് പറയുന്നത് ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ട് ആ എണ്ണത്തെയാണ് പറയുന്നത്. എണ്ണം എത്ര എണ്ണം ഉണ്ട് ഇവിടെ? 5 എണ്ണം. n of B is equal to 5. n of B is equal to 5. അപ്പോൾ എഴുതി വെച്ചേരെ. The number of distinct elements of the set is denoted by the set, or the number of distinct elements of the set, ഒരു പേര് കൊടുത്തു A, set A എന്ന് കൊടുത്തേരെ, and of a set A is denoted by n of A, is denoted by n of A. A എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണത്തെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? n of A. ജസ്റ്റ് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പോലെ A is equal to 3, 6, 9, 12 എന്ന് ചെയ്തിട്ട് n of A is equal to 4 ഒന്ന് കാണിച്ചു തരാം. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്ന സെറ്റ് 1, 2, 3, 4, 5 എന്ന് പറഞ്ഞങ്ങ് പോവുകയാണ്. അത് ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ? ഇൻഫൈനൈറ്റ്. ഒരവസരം ഇല്ലാണ്ട് അങ്ങ് പോകുന്നു. ഇനി സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ് 2, 4, 6, 8 എന്ന് പറഞ്ഞങ്ങ് പോവുകയാണ്. എന്താണത്? ഇൻഫൈനൈറ്റ്. ഇനി ഇൻഡിജർ സെറ്റ് ഓഫ് ഓൾ ഇൻഡിജർ സെറ്റ് എന്ന് പറയുമ്പോഴും ഇൻഫൈനൈറ്റ്. തുടർന്നങ്ങ് പോവുകയാണ്. നമുക്ക് ഒരു ലിമിറ്റേഷൻ പറയാൻ പറ്റും, അവിടെ കൊടുത്താൽ അതെന്തായിക്കോളും? ഫൈനൈറ്റ് സെറ്റ് ആയിക്കോളും. അതെ. അടുത്ത നെക്സ്റ്റ് ഹെഡിങ് ഈക്വൽ സെറ്റ്സ്. ഈക്വൽ സെറ്റ്സ്. Equal sets. Equal set. Two sets A and B are said to be equal two sets A and B are said to be equal if they have exactly the same elements. Exactly the same elements. Exactly the same elements. Okay, if they have exactly same elements. അതിൻ്റെ ആശയത്തിലേക്ക് ഒന്ന് പറയാം. രണ്ട് സെറ്റ് നമ്മുടെ കയ്യിലുണ്ട്, സെറ്റ് എയും സെറ്റ് ബിയും. രണ്ട് സെറ്റുകളെ നമ്മൾ എപ്പോഴാണ് ഈക്വൽ സെറ്റ് എന്ന് വിളിക്കുന്നത്? ശ്രദ്ധിച്ചേ, ഞാൻ ആദ്യത്തെ സെറ്റ് എഴുതുവാണ്. ആദ്യത്തെ സെറ്റ് എന്ന് പറയുന്നത് എൻ്റെ സെറ്റ് ഇതാണ്. എന്താണ്? ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് അലോയി. ഓക്കെ, ഇതാണ് എൻ്റെ വേർഡ്. ഓക്കെ, അലോയി. ഇതിൻ്റെ ലെറ്റേഴ്സ്
ആണ് പറയുമ്പോൾ നമുക്കിതിൻ്റെ സെറ്റ് എങ്ങനെ വരും? സെറ്റ് എങ്ങനെ വരും? എ എൽ ഒ വൈ സെറ്റ് എഴുതി വെച്ചു. ഇനി അടുത്ത വേറെ സെറ്റ് ഞാൻ പറയുവാണ്. ബി എന്ന് പറയുന്ന ഒരു സെറ്റിലേക്ക് ഞാൻ നിങ്ങളോട് പറയുവാണ്. ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ലോയൽ. ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ലോയൽ. രണ്ട് വാക്കല്ലേ, അല്ലോയും ലോയലും. ഇനി ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ലോയൽ ഏതൊക്കെ വരും? എൽ ഒ വൈ എ. അത്രേ ഉള്ളൂ, റിപ്പീറ്റേഷൻ അല്ല വരുന്നത്. ഓക്കെ, അപ്പം അല്ലോയുടെ ലെറ്റേഴ്സിനെ എഴുതി, ലോയലിൻ്റെ ലെറ്റേഴ്സിനെ എഴുതി. എന്തെങ്കിലും വ്യത്യാസം വന്നോ? സെറ്റിലെ എലിമെൻറ്റ്സ് ഓർഡർ ഈസ് ഇമ്മെറ്റീരിയൽ. ഓർഡർ നോക്കണ്ട. എയും ബിയും നിങ്ങൾ നോക്കിക്കേ, എയിലും ബിയിലും സെയിം എലമെൻറ്റ്സ് തന്നെയല്ലേ വന്നിരിക്കുന്നത്. അതിൽ മാറ്റം വന്നോ? ഓക്കെ, ഇങ്ങനെ സെറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സെറ്റുകൾ എന്തെന്ന് വിളിക്കാം? ഈക്വൽ സെറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, ഈക്വൽ സെറ്റ് എന്ന് വിളിക്കാം. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ വീണ്ടും ചോദിച്ചു, നമ്മൾ 2ന്റെ മൾട്ടിപ്പിൾസ് എഴുതുന്നു. 2ന്റെ മൾട്ടിപ്പിൾ എഴുതാൻ പറയുന്നു, സെറ്റ് എഴുതാൻ പറയുമ്പോൾ നിങ്ങൾ എന്തെന്ന് എഴുതും? 2, 4, 6, 8 എന്ന് പറഞ്ഞെങ്കിൽ എഴുതും. അടുത്ത ചോദ്യം, സെറ്റ് ഓഫ് ഓൾ ഈവൻ ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാലും ഉത്തരം 2, 4, 6, 8 അല്ലേ? അപ്പോൾ അത് രണ്ടും സെയിം ആയിട്ട് തന്നെ വന്നില്ലേ? അങ്ങനെയുള്ള സെറ്റിൽ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഈക്വൽ സെറ്റ്. ഇഫ് ദേ ഹാവ് ദ സെയിം എലമെന്റ്സ് ആൻഡ് വി റൈറ്റ് അങ്ങനെ നോട്ടേറ്റ് ചെയ്യാം. ഈക്വൽ സെറ്റ് ആണ് നമ്മൾ എങ്ങനെ എഴുതാം? എ ഈസ് ഈക്വൽ ടു ബി ആൻഡ് വി റൈറ്റ് എ ഈസ് ഈക്വൽ ടു ബി. അതർവൈസ് ഇനി അങ്ങനെ അല്ലെങ്കിൽ ഒരു ലെറ്റർ എങ്കിലും മാറിപ്പോയെങ്കിൽ അതെന്താവില്ല? ഈക്വൽ സെറ്റ് ആവില്ല. അതർവൈസ് ദ സെറ്റ്സ് ആർ സെഡ് ടു ബി unequal. And we write A is not equal to B. ഓക്കെ, ഇനി ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതെല്ലാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എക്സസൈസിലുള്ള ചോദ്യങ്ങളാണ്. അടുത്ത ദിവസം തുടങ്ങി. ഇപ്പം ഞാൻ നാളെ ക്ലാസ് ഉണ്ടെങ്കിൽ പോട്ടെ, അടുത്ത ആഴ്ചത്തേക്ക് നിങ്ങൾ എന്തായാലും ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും കയ്യിൽ ഓക്കെ ആകുമെന്ന് കരുതാം അല്ലേ? ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ മേടിക്കുമെന്ന് കരുതാം. ടെക്സ്റ്റ് ബുക്കുമായിട്ട് പോരാ, നമുക്കത് വെച്ച് ക്വസ്റ്റ്യൻ പറഞ്ഞ സമയം കളയണ്ടല്ലോ. ഞാൻ ചോദിക്കാം, ക്വസ്റ്റ്യൻ വായിക്കാം, നിങ്ങൾ കേട്ടോ. മെയിൻ ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എക്സാമ്പിൾസ് ഓഫ് ദ നൾ സെറ്റ്? നൾ സെറ്റ് മീൻസ് എന്താണ്? ഒന്നുമില്ല, നമുക്കൊരു എലമെന്റ് പറയാൻ ഇല്ല. അപ്പം ഞാൻ താഴെ കുറച്ച് സെറ്റുകൾ ഇനി വായിക്കാൻ പോവാം. അതിൽ നൾ സെറ്റിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. നൾ സെറ്റിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നവരെ കണ്ടുപിടിക്കണം. ഓക്കെ, എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്: സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് divisible by 2. Set of odd natural numbers divisible by 2. രണ്ടും കൊണ്ട് ഹരിക്കാൻ പറ്റിയ ഏതെങ്കിലും ഓഡ് നമ്പർ, ഒറ്റ സംഖ്യ ഉണ്ടോ ഇല്ലയോ എന്നാണ് ചോദ്യം. ഒറ്റ സംഖ്യ മീൻസ് ഏതൊക്കെയാ? 1, 3, 5, 7. ഈ സംഖ്യകൾ നമുക്ക് രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ശത്രുക്കളാ വരും അല്ലേ? ഓഡ് നമ്പറും ഈവൻ നമ്പറും ശത്രുക്കളാണ്. അപ്പോൾ രണ്ടും കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവിടെ എലമെന്റ് ആരെങ്കിലും വന്നോ? ഇല്ല. അപ്പോൾ എന്തിന് എക്സാമ്പിൾ ആണ്? നൾ സെറ്റിന് എക്സാമ്പിൾ ആണ്. എലമെന്റ്സ് ഒന്നും നമുക്ക് എഴുതാൻ കണ്ടുപിടിക്കാനോ പറ്റിയില്ല. അടുത്തത് സെറ്റ് ഓഫ് ഈവൻ പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈം നമ്പേഴ്സ് 2 ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളൂ അല്ലേ? അത് ഏതൊക്കെയായിരിക്കും ആ ഫാക്ടേഴ്സ്? 1 ആ നമ്പർ തന്നെ, അതാണ് പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അല്ലേ? ഒരു എക്സാമ്പിൾ പറയുമ്പോൾ പ്രൈം നമ്പറിന്
2. 2ന് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെയേ ഉള്ളൂ? 1ഉം 2ഉം ഉള്ളൂ. 3യോ? 1ഉം 3യും ഉള്ളൂ. 5നോ? 9നോ? 1ഉം 9ഉം മാത്രമാണോ ഉള്ളൂ? പിന്നെ ആരാ ഉള്ളത്? 3 into 3 9. അപ്പം 1 ഉണ്ട്, 9ഉം ഉണ്ട്, പിന്നെ എന്തുകൊണ്ട്? 3യും ഉണ്ട്. അപ്പം 9 പ്രൈം നമ്പർ ആണോ? അല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ അടിപ്പിക്കുന്നത് ഈ 9 തെറ്റിക്കും. ഓക്കെ, ആ ഒരു ഓളത്തിൽ അങ്ങ് പറഞ്ഞു പോരുമ്പോൾ 9 നമ്മൾ പ്രൈം നമ്പർ ആക്കി അങ്ങ് വെക്കും. 9 ഈസ് നോട്ട് എ പ്രൈം നമ്പർ. ഓക്കെ, 6ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 1ഉം 6ഉം പറയാം, കൂടെ 2ഉം 3യും ഉണ്ട്. അപ്പോൾ എക്സ്ട്രാ ആൾക്കാർ വന്നപ്പോൾ 6 ഈസ് നോട്ട് എ പ്രൈം നമ്പർ. അപ്പോൾ പ്രൈം നമ്പർ ഒരു ഇതായോ? അപ്പോൾ ഏതൊക്കെയാ പ്രൈം നമ്പേഴ്സ്? 2, 3, 5, 7, 9 പറഞ്ഞേക്കരുത്, ചടി പൊക്കോളണം. 11, 13 അങ്ങനെ അങ്ങ് പോകും. ഓക്കെ, ഇനി പറഞ്ഞ് സെറ്റ് ഓഫ് ഈവൻ പ്രൈം നമ്പേഴ്സ്. ഈ പ്രൈം നമ്പറിൽ ഈവൻ നമ്പർ വരുന്നത് ഏത് മാത്രമേ ഉള്ളൂ? 2. അത് ഓർക്കണം കേട്ടോ. ചാടി കയറി നമുക്ക് പെട്ടെന്ന് മറന്നു പോയേക്കരുത്. ഈവൻ നമ്പേഴ്സിലെ ആദ്യത്തെ ആൾ ആരാണ്? 2 മാത്രമേ ഉള്ളൂ. ബാക്കി അങ്ങോട്ട് പോയാലെല്ലാം എന്തായിരിക്കും? ഓഡ് നമ്പേഴ്സേ ഉള്ളൂ. 2 മാത്രമാണ് ആകെയുള്ള ഒരു ഈവൻ പ്രൈം നമ്പർ. ബാക്കി അങ്ങോട്ട് നമ്മൾ എത്ര വലിയ സംഖ്യകൾ പറഞ്ഞു പോയാലും അതെല്ലാം ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. ഓഡ് പ്രൈമേ പിന്നെ ഉള്ളൂ. ആകെയുള്ള ഒരു ഈവൻ പ്രൈം ഏതാ? 2. അപ്പൊ ഇവിടെ എലമെന്റ്സ് ഉണ്ടോ? സെറ്റില് 2 വന്നു അല്ലേ? അപ്പൊ ഇത് കാലിയാണെങ്കിൽ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റുള്ളൂ? നൾ സെറ്റ്, എംപ്റ്റി സെറ്റ്, വോയിഡ് സെറ്റ് എന്നൊക്കെ വിളിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ ഒരു എലമെന്റ് വന്നു നമ്മൾ അതിനെ വേറൊരു പേരിട്ട് വിളിക്കും കേട്ടോ, സിംഗിൾട്ടൺ സെറ്റ്. ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും സിംഗിൾട്ടൺ സെറ്റ്. വരുന്നുണ്ട്, നമ്മളത് പറഞ്ഞോളാം. അപ്പൊ സിംഗിൾട്ടൺ ഒരു ചോദ്യം വന്ന ഉടനെ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു എക്സാമ്പിൾ ആണ് എന്ത്? സെറ്റ് ഓഫ് ഈവൻ പ്രൈം നമ്പർ എന്നുള്ളത്. കാരണം സെറ്റ് ഓഫ് ഈവൻ പ്രൈം നമ്പറിൽ ആകെ ഒരു എലമെന്റേ വരത്തുള്ളൂ. ആ എലമെന്റ് ഏതായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. കണ്ടീഷൻ കേട്ടോ, എക്സ് ലെസ് ദാൻ 5 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 7. 5 താഴെ നിന്നോളണം, 7നേക്കാൾ വലുതുമായിരിക്കണം. അങ്ങനെയുള്ളൊരു നാച്ചുറൽ നമ്പർ പറയാമോ? 5നേക്കാൾ താഴെയുള്ള നാച്ചുറൽ നമ്പർ ആയിരിക്കണം. ഓക്കെ, 7നേക്കാൾ വലുതുമായിരിക്കണം. അങ്ങനെ ഒരു നാച്ചുറൽ നമ്പർ പറയാമോ? 5നേക്കാൾ താഴെ വരുന്ന നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാ? 1, 2, 3, 4. 5നേക്കാൾ താഴെ. ഇനി പറഞ്ഞ കണക്കാണ് ആൻഡ് 7നേക്കാൾ വലുതുമായിരിക്കണം. 7നേക്കാൾ വലുത് വരുന്നത് 8, 9. എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? 5 താഴെയും 7 കൂടുതലും എഴുതാൻ പറഞ്ഞ അങ്ങനെ ഒരു നമ്പർ എഴുതാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പൊ ആ സെറ്റിൽ അവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ദാറ്റ് ഈസ് എക്സാമ്പിൾ ഫോർ നൾ സെറ്റ്. ശരിയല്ലേ? ഞാൻ ഈ പറയുന്നതിനൊപ്പം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അതെ. ഇനി അടുത്ത സെറ്റ് കേട്ടെ. സെറ്റ് ഓഫ് ഓൾ വൈ സച്ച് ദാറ്റ് y is a point common to any two parallel lines. മനസ്സിലേക്ക് പാരലൽ ലൈൻസിനെ കൊണ്ടുവരിക. രണ്ട് പാരലൽ ലൈൻസ് വരച്ചേക്കുക. അതിൽ കോമൺ ആയിട്ടുള്ള പോയിന്റ്സ് എഴുതാൻ. പാരലൽ ലൈൻസിൽ കോമൺ ആയിട്ട് വരുന്ന പോയിന്റ്സ്. പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരിക്കലും അത് എന്ത് ചെയ്യില്ല, കൂട്ടിമുട്ടില്ല. അങ്ങനെ നിങ്ങൾ പഠിച്ചേക്കുന്നതല്ലേ. പാരലൽ ലൈൻസ് മീൻസ് ഒരിക്കലും കൂട്ടിമുട്ടാതെ ഒരു സെയിം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോകുന്നു. നമ്മുടെ റെയിൽ പാളൊക്കെ വേണമെങ്കിൽ പറയാം. ഒരിക്കലും അത് എന്ത് ചെയ്യില്ല, കൂട്ടിമുട്ടിയ പ്രശ്നം അല്ല, അതൊരു സെയിം ഡിസ്റ്റൻസിൽ അത് മാറ്റിവിടും. നമ്മുടെ ഇപ്പം ഈ കറണ്ട് കമ്പി ഒക്കെ ഒരു ഡിസ്റ്റൻസ്, കാക്ക വന്ന് ഇങ്ങോട്ടടിച്ചാൽ പിന്നെ മൊത്തം പ്രശ്നം നമുക്കറിയാലോ. അപ്പം അങ്ങനെയില്ല, ഒരു സെയിം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോയേക്കുന്നതാണ്. അതാണ് പാരലൽ ലൈൻസ്. അവിടെ എപ്പോഴെങ്കിലും ഒരു കോമൺ പോയിന്റ് ഉണ്ടാവുമോ? കൂട്ടിമുട്ടിയാലേ എന്തുണ്ടാവുള്ളൂ? കോമൺ പോയിന്റ് ഉണ്ടാവുള്ളൂ. കൂട്ടിമുട്ടിയതിനെ നമ്മൾ പാരലൽ ലൈൻ എന്ന് വിളിക്കുമോ? ഇല്ല. പാരലൽ ലൈൻസിൽ ഒരിക്കലും എന്തുണ്ടാവില്ല? കോമൺ പോയിന്റ്സ് ഉണ്ടാവില്ല. കോമൺ പോയിന്റ്സിന്റെ കാര്യത്തിൽ ഇവിടെ ചോദിച്ചേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടാവണം, പാരലൽ ലൈൻസിൽ ഒരിക്കലും
ഇങ്ങനെ അത് പോകുള്ളൂ. അത് എവിടെ ചെന്നാലും എന്ത് ചെയ്യില്ല, കൂട്ടിമുട്ടൂല. കൂട്ടിമുട്ടിയാലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, അവിടെ ഒരു കോമൺ പോയിന്റ് ഉണ്ടല്ലോ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ പാരലൽ ലൈൻസിന് കോമൺ പോയിന്റ്സ് ഉണ്ടോ? ഇല്ല. കൂട്ടിമുട്ടിയാൽ അവിടെ എന്താണ് പോയിന്റ് വരുവുള്ളൂ. ക്ലിയർ ആയോ? പക്ഷെ കൂട്ടിമുട്ടിൽ അത് പാരലൽ ലൈൻ ആവുമോ? ഇല്ല. ദെൻ ഇനി അടുത്ത ഇത് ഞാൻ നിങ്ങളെ കൊണ്ടൊന്ന് എഴുതിപ്പിക്കാം. നിങ്ങൾക്ക് അല്ലാതെ തന്നെ കിട്ടാവുന്ന, ആലോചിച്ചാൽ പറയാവുന്ന കാര്യങ്ങളായിരുന്നു. നോട്ട്ബുക്കിലൊന്നും ചെയ്യിപ്പിക്കാത്തത്. ഇതെല്ലാം ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസിൽ തന്നിരിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പം അത് എഴുതി സമയം കളയണ്ടല്ലോ, നിങ്ങൾക്ക് ആലോചിച്ച് തന്നെ ഉത്തരം പറയാവുന്നതേ ഉള്ളൂ എന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ടെക്സ്റ്റ് ബുക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് സൈഡിൽ അത് എഴുതി വെക്കാം. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ആർ ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്? ഓക്കെ, ഞാൻ പറയാൻ പോകുന്ന സെറ്റുകളിൽ ഫൈനൈറ്റ് ഏതൊക്കെയാണ്, ഇൻഫൈനൈറ്റ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ആലോചിച്ച് പറയാൻ പറ്റുന്നത് അത് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് എഴുതി കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്തത് നീലകണ്ഠ ഒന്ന് പറഞ്ഞേ. ദ സെറ്റ് ഓഫ് മന്ത്സ് ഓഫ് എ ഇയർ, അത് ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ? വർഷത്തിലെ മാസങ്ങളുടെ കളക്ഷൻ ഫൈനൈറ്റ്. എത്ര എണ്ണം ഉണ്ട്? എണ്ണിയെടുക്കാം അല്ലേ രഹനെ? അതുകൊണ്ട് എന്തായിരിക്കും? ഫൈനൈറ്റ് സെറ്റിന് എക്സാമ്പിൾ ആണ്. അടുത്തത് സെറ്റ് ഓഫ് ഓൾ 1 2 3 എക്സെട്ര, എന്തിന് എക്സാമ്പിളാ? ഇൻഫൈനൈറ്റ്. അടുത്തത് സെറ്റ് ഓഫ് ഓൾ 1 2 3 എക്സെട്ര അപ് ടു 100, ഫൈനൈറ്റ്, നമുക്ക് എണ്ണി എടുക്കാം അല്ലേ? എന്നിട്ട് അത് ഓക്കെ. ദെൻ അടുത്തത് അഭിനവേ ഇവിടെ നോക്ക്. ദ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻഡിജേഴ്സ്, സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് ഗ്രേറ്റർ ദാൻ 100, ഇൻഫൈനൈറ്റ്. ഗ്രേറ്റർ ദാൻ 100ൽ കൂടുതൽ എവിടം വരെ പോകുന്നത് നമുക്ക് അറിയത്തില്ല, അങ്ങ് ദൂരെ ഉണ്ടല്ലോ, അപ്പൊ ഇൻഫൈനൈറ്റ്. അടുത്തത് നീലകണ്ഠ, ദ സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 99, ദ സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 99, 99ൽ താഴെയുള്ള പ്രൈം നമ്പറുകളുടെ സെറ്റ് ഫൈനൽ. നമുക്ക് എന്തായാലും എണ്ണിയെടുക്കാം. 99ൽ താഴെയുള്ളവരെ പോരെ, നമുക്ക് എന്തായാലും 2 3 5 7 എന്ന് പറഞ്ഞ് 99ൽ താഴെയുള്ള പ്രൈം നമ്പർ വരെ നമുക്ക് എണ്ണി എടുക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും ദ സെറ്റ് ഓഫ് ലൈൻസ്, ദ സെറ്റ് ഓഫ് ലൈൻസ് വിച്ച് ആർ പാരലൽ ടു ദ എക്സ് ആക്സിസ്, which are parallel to the x-axis. വെറുതെ മനസ്സിലേക്ക് ഒന്ന് എക്സ് ആക്സിസിനെ കൊണ്ടുവരാം. നമ്മൾ കോർഡിനേറ്റ് ജോമെട്രി കുറച്ച് പഠിച്ച ആൾക്കാരല്ലേ? ഈ വരയുടെ പേരെന്താ? എക്സ്. ഈ കുത്തനെ നിൽക്കുന്ന വരയുടെ പേര് വൈ. ഓക്കെ, വെർട്ടിക്കൽ ലൈൻ, ഹൊറിസോണ്ടൽ ലൈൻ. ഹൊറിസോണ്ടൽ ലൈനെയാണ് നമ്മൾ എക്സ് ആക്സിസ് എന്ന് വിളിക്കുന്നത്, വെർട്ടിക്കൽ ലൈനെ നമ്മൾ വൈ ആക്സിസ് എന്ന് വിളിക്കും. നമ്മുടെ ചോദ്യം ഇവിടെ എന്താണ്? പാരലൽ ടു ദ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിനോട് പാരലൽ മീൻസ് തൊട്ട് മുകളിൽ അല്ലേ? അതായത് എക്സ് ആക്സിസിന് തൊടാതെ വരച്ചോളണം. പാരലൽ മീൻസ് ഒരിക്കലും തൊടുന്നുണ്ടോ? അത് തൊടാതെ വരച്ചോളണം. ദാറ്റ് മീൻസ് ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്. എക്സ് ആക്സിസ് നമ്മൾ പറഞ്ഞോളൂ, പാരലൽസ് ഇത് ഇങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ പാരലൽസ് ഇത് ഇങ്ങനെ ഇരിക്കും അല്ലേ? അപ്പൊ എക്സ് ആക്സിസ് ഇതാണെങ്കിൽ ഇതിനോട് പാരലായിട്ട് വരയ്ക്കുമ്പോൾ എങ്ങനെ വരുള്ളൂ? ഇതേ പാരലല, പാരലല, ശരിയല്ലേ? ഇത് ഇങ്ങനെ പാരലൽ ലൈൻസ് നമുക്ക് എന്ത് ചെയ്യാം? ഇതെല്ലാം ഇപ്പൊ ഞാൻ വരച്ച എല്ലാ ലൈനും എന്താണ്? എക്സ് ആക്സിസിനോട് പാരലൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനൊരു കളക്ഷൻ സെറ്റായിട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ അത് ഫൈനൈറ്റ് ആയിരിക്കും, ഇൻഫൈനൈറ്റ് സെറ്റ് ആയിരിക്കും? ഇൻഫൈനൈറ്റ് ആയിരിക്കും. ഇഷ്ടംപോലെ മുകളിലേക്ക് ഇഷ്ടംപോലെ താഴത്തേക്കും വരച്ചുകൊണ്ടിരിക്കാം, ശരിയല്ലേ? അപ്പൊ എക്സാമ്പിളിന് എന്തിന് എക്സാമ്പിൾ ആണിത്? ഇൻഫൈനൈറ്റ് സെറ്റിന് എക്സാമ്പിൾ ആണ്. ദ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്, ഫൈനൈറ്റ് സെറ്റ് ആണ്, 26 എണ്ണം അല്ലേ? Then the set of numbers which are multiple of 5, 5ന്റെ ഗുണനങ്ങളുടെ സെറ്റ്. എന്തോ ഇൻഫിനിറ്റ് ആണോ? ആണോ? അതെ, കാരണം കറക്റ്റ് ഇവിടം വരെ എഴുതാം. 5ന്റെ ഗുണനങ്ങൾ അങ്ങ് എഴുതി തുടങ്ങിയ അവസാനം ഉണ്ടോ?
ലക്ഷവും കോടി എല്ലാം എന്താണ്? 5ന്റെ ഗുണനങ്ങളാണ്. ശരിയല്ലേ? അപ്പം അത് നമുക്ക് അങ്ങ് പൊക്കോളും. ഇൻഫൈനൈറ്റ് സെറ്റ്. അടുത്തത് ദ സെറ്റ് ഓഫ് ആനിമൽസ് ലിവിങ് ഓൺ ദ എർത്ത്. തീരുവോ? എണ്ണിയാ തീരുവോ? ലോകത്തുള്ള എർത്തിൻ്റെ ഭൂമിയിലുള്ള എല്ലാ ആനിമൽസിൻ്റെ കളക്ഷൻ എണ്ണിയാ തീരുവോ? ദ സെറ്റ് ഓഫ് സർക്കിൾസ് പാസിംഗ് ത്രൂ ദ ഒറിജിൻ. ഒറിജിനിലൂടെ പോകുന്ന സർക്കിളുകളുടെ കളക്ഷൻ എണ്ണിയാൽ തീരുവോ? എന്താ രഹനെ? തീരുവോ? ഒറിജിൻ ഏതാ? ഈ പോസ്റ്റർ എന്നറിയാലോ. ഇതിലൂടെ നമ്മൾ സർക്കിൾ, അപ്പം സെൻറ്റർ സർക്കിളായിട്ട് നമ്മൾ വരയ്ക്കുക. സെൻറ്റർ ഒറിജിനാണ്. സർക്കിൾ വരച്ചാലോ? കണ്ടോ കേട്ടോ, ഇതേ സർക്കിൾ വരച്ചു. ഇതിൻ്റെ സെൻറ്റർ എന്താ? ഒറിജിൻ. സർക്കിൾ വരച്ചു. ആ സർക്കിളിൻ്റെയും സെൻറ്റർ എന്താ? ഒറിജിൻ. വരച്ചു. ഇങ്ങനെ എനിക്ക് എത്ര വേണമെങ്കിലും വരയ്ക്കാൻ പാടില്ലേ? എത്ര ആണെങ്കിലും വരയ്ക്കാൻ ഒരു എണ്ണം ഉണ്ടോ? ഇല്ല. അപ്പോൾ അതും എന്താണ്? ഇൻഫൈനൈറ്റ് കേസാണ്. പിടികിട്ടിയോ? അപ്പോൾ ഏകദേശം ഫൈനൈറ്റ് ഇൻഫൈനൈറ്റ് എന്നുള്ള ഒരു ആശയത്തിലേക്ക് നിങ്ങൾക്ക് എത്തി വരുന്നുണ്ടോ? നിങ്ങൾ കിട്ടുന്നില്ലേ? ഓക്കെ. ദെൻ അടുത്തത് ഇനി ചോദ്യങ്ങളൊന്ന് എഴുതിക്കേ. നിങ്ങൾ തനിയൊന്ന് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു തരണം കേട്ടോ. അതായത് ഈക്വൽ സെറ്റ് ആണോ അല്ലയോ? സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സെറ്റ്സ് ആർ ഈക്വൽ ഓർ നോട്ട്. സ്റ്റേറ്റ് വെദർ the following sets are equal or not. ഓക്കെ. ഈക്വൽ സെറ്റ് ഒക്കെ ആണോ അല്ലയോ? അതിലെൻ്റെ ആദ്യത്തെ ചോദ്യം, സെറ്റ് എ ഈസ് ഈക്വൽ ടു ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. എ ബി സി ഡി ആൻഡ് ബി എന്ന് പറയുന്ന സെറ്റ് തന്നിരിക്കുന്നത് ഡി സി ബി എ. ഈക്വൽ ആണോ അല്ലയോ? താഴെ നിങ്ങൾ എഴുതി വെക്കുക. ഈക്വൽ ആണെങ്കിൽ എന്തെന്ന് എഴുതുക? എ ഈസ് ഈക്വൽ ടു ബി. ഈക്വൽ അല്ലെങ്കിൽ എ ഈസ് നോട്ട് ഈക്വൽ ടു ബി. അങ്ങനെ എഴുതി പോരെ. രണ്ടാമത്തത്, അഞ്ച് ചോദ്യങ്ങൾ.
ഈക്വൽ സെറ്റ് ആണോ അല്ലയോ? ആണെങ്കിൽ എ ഈസ് ഈക്വൽ ടു ബി എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ എ നോട്ട് ഈക്വൽ ടു ബി എന്ന് കൊടുക്കുക. ഉത്തരം പറയാറായോ? ഓക്കെ, നീലകണ്ഠൻ്റെ കഴിഞ്ഞോ? ഏത് ക്വസ്റ്റ്യൻ വരെ എത്തി? 4ാമത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളൊന്ന് പറഞ്ഞു തുടങ്ങുവാണ് കേട്ടോ, ഒന്ന് പയ്യെ ശ്രദ്ധിച്ചേരെ. അപ്പം പിന്നെ നമുക്ക് തുടങ്ങി വെക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും ഈക്വൽ ആണോ അല്ലയോ? അതെ. എന്തുകൊണ്ടാണ് അതെ എന്ന് പറഞ്ഞത്? എയിലെ എലിമെന്റ്സ് തന്നെയാണ് ബിയിലും. ഓർഡർ മാറുന്നേ ഉള്ളൂ. ഓർഡർ മാറിയെങ്കിൽ അർത്ഥം വേറെയാണെന്നുണ്ടോ? നമ്മളത് പറഞ്ഞു, ഓർഡർ ഈസ് ഇമ്മെറ്റീരിയൽ. ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് എയും ബിയും എന്താണ്? ഈക്വൽ സെറ്റാണ്. എ ഈസ് ഈക്വൽ ടു ബി. എല്ലാവർക്കും ശരിയായിട്ടല്ലേ കിട്ടിയത്? രണ്ടാമത്തെ ചോദ്യം, അഭിരാമി ഒന്ന് പറഞ്ഞേ. സെറ്റ് എയും സെറ്റ് ബിയും ഈക്വൽ ആണോ അല്ലയോ? എന്തുകൊണ്ട് തുല്യമല്ല എന്ന് പറഞ്ഞ് എല്ലാവരും ഇല്ലേ? ഇവിടെ എയില് എലിമെന്റ് ആരായിട്ട് വന്നിട്ടുണ്ട്? 12 വന്നിട്ടുണ്ട്. 12 ഈസ് എൻ എലമെന്റ് ഓഫ് എ. പക്ഷെ 12 ഇവിടുത്തെ എലമെന്റ് ആയിട്ട് വന്നോ? വന്നില്ലല്ലോ. ഇവിടെ 16 വന്നേക്കുന്നത്. അപ്പൊ രണ്ടും തുല്യം, എക്സാക്ട്ലി സെയിം എലമെന്റ്സ് ആണോ വന്നേക്കുന്നത്? അല്ല. അതുകൊണ്ട് അത് എന്തായിരിക്കില്ല? തുല്യം ആയിരിക്കില്ല. ഈസ് നോട്ട് ഈക്വൽ ടു ബി. അല്ലെ രഹന? അടുത്തത് രഹന പറഞ്ഞേനി. എ ഈസ് ഈക്വൽ ടു 2, 4, 6, 8, 10. ഈവൻ ആണ് വന്നേക്കുന്നത്. എവിടം വരെ ഉള്ളൂ? 10 വരെയുള്ളത്. ഞാൻ അവിടെ പറഞ്ഞേക്കണ കണ്ടീഷൻ, ഈ കണ്ടീഷൻ ഒന്നാണെന്ന് പറയാമോ? എക്സ് ഇസ് ആൻ ഈവൻ ഇൻഡിജർ. ഈവൻ ഇൻഡിജർ ആണ്, അത് ഓക്കെ. ആൻഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. അവിടെ കണ്ടീഷൻ എന്താ പറഞ്ഞേക്കുന്നേ? 10ഉം 10ൽ താഴെയുള്ളവരും. 10ഉം 10ൽ താഴെയുള്ള ഈവൻ ഇൻഡിജേഴ്സ് തന്നെയല്ലേ വന്നേക്കുന്നത്? അല്ലേ? അല്ലേ അഭിരാമി? അതുകൊണ്ട് എയും ബിയും എന്താണ്? ഈക്വൽ ആണ്. അങ്ങനെയല്ലേ കിട്ടിയത് രഹനയ്ക്ക്? ഈക്വൽ സെറ്റുകൾ ആണ്. അല്ലേ അഭിനവേ? തുല്യമാണ്. ഇവിടെയും 2, 4, 6, 8, 10. ഇവിടെയും എന്ത് തന്നെയാ? ഈവൻ നമ്പേഴ്സ് മാത്രം മതി. 10ഉം 10ൽ താഴെയും. 10ഉം 10ൽ താഴെയും. ഓക്കെ. അടുത്തത് നീലകണ്ഠൻ. എ ഈസ് ഈക്വൽ ടു 2, 3. 2ഉം 3ഉം മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. ഇനി എക്സ് ഇസ് എ സൊല്യൂഷൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6. ഓക്കെ, എങ്ങനെ വരും? ഈക്വൽ ടു 0.
ആ കിട്ടിയ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആയിരിക്കണം. എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 ഇസ് ഈക്വൽ ടു 0യുടെ സൊല്യൂഷൻ. അതെന്ത് ഇക്വേഷൻ? അത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ശരിയല്ലേ? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ 10ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ്. എങ്ങനെ ഉത്തരം കണ്ടുപിടിക്കാം? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം എക്സിന് എത്ര വിലകൾ വരെ ഉണ്ടാവും? 2 വില ഉറപ്പിച്ച് പറയാം. ഓക്കെ, ആ 2 വില 2ഉം 3ഉം ആണെങ്കിൽ നമുക്കിത് ഈക്വൽ സെറ്റ് ആണെന്ന് പറയാം. ഇവിടെ കിട്ടുന്ന എക്സിന്റെ 2 വിലകൾ 2ഉം 3ഉം എന്നുള്ളതാണ് എങ്കിൽ ഇത് രണ്ടും എന്താ? ഈക്വൽ ആണെന്ന് പറയാം. ഇനി എങ്ങനെ നമ്മളത് നോക്കി കണ്ടുപിടിക്കണം? എങ്ങനെയാ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ 2 ഉത്തരങ്ങൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത് 10ാം ക്ലാസ്സിൽ? എക്സ് ഇസ് ഈക്വൽ ടു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ എങ്ങനെ സോൾവ് ചെയ്തുകൊണ്ടിരുന്നേ? എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഇതല്ലായിരുന്നു ഫോർമുല. ഈ ഫോർമുലയിലേക്ക് എല്ലാവരും അങ്ങ് ഇട്ടിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സിൻ്റെ 2 ഉത്തരങ്ങൾ കിട്ടും. കിട്ടിയത് ഓക്കെ, -2 -3 ആണ്. എക്സ് ഇസ് ഈക്വൽ ടു -2 -3 എന്നാണ് കിട്ടിയത്. എയിൽ എന്താ കിടക്കുന്നത്? -2 -3 ആണോ കിടക്കുന്നത്? -2 എയിൽ കിടക്കുന്നത് 2 3. കൺഫ്യൂഷൻ അടുപ്പിച്ചില്ല അവിടെ നിങ്ങളെ? അപ്പം അങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വരിക. ഓക്കെ, അപ്പോൾ എയും ബിയും ഈക്വൽ സെറ്റ് ആകുമോ? കാരണം ഉത്തരങ്ങൾ എന്താണ്? ശരിക്കുള്ള ഉത്തരം എന്താ? ഇതിൻ്റെ -2 -3 അവിടെ തന്നേക്കണു 2ഉം 3ഉം. അപ്പോൾ നിങ്ങൾക്കൊന്ന് കൺഫ്യൂഷൻ, ഇത് ശരിയാവോ? ഈക്വൽ ആണോ അല്ലയോ? ഈക്വൽ ആവുമോ? അത് -2ഉം 2ഉം 2ഉം അല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്ത ചോദ്യം എന്തായിരുന്നു? വീണ്ടും അഭിനവിലേക്ക് തിരിച്ചു വന്നു. അടുത്ത ചോദ്യം ഏതായിരുന്നു? എക്സ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 10 അല്ലേ? 10ന്റെ ഗുണനങ്ങൾ. 10ന്റെ ഗുണനങ്ങൾ ബിയിൽ 10ന്റെ ഗുണനങ്ങളാണോ തന്നിരിക്കുന്നത്? 10, 15, 20 അങ്ങനെ 10ന്റെ ഗുണനങ്ങളാണോ അത്? അപ്പോൾ രണ്ടും തുല്യം അല്ല. എ ഇസ് നോട്ട് ഈക്വൽ ടു ബി. ഏകദേശം ഐഡിയ ക്ലിയർ ആയല്ലോ അല്ലേ? എന്താണ് ഈക്വൽ സെറ്റ്, എന്താണ് അൺഈക്വൽ സെറ്റ്സ്? ഓക്കെ, ഒന്ന് ചോദിച്ചോട്ടെ. നമ്മൾ ഒരു സെറ്റ് എഴുതിയപ്പോൾ നമുക്ക് എലമെൻറ്റ്സ് ഒന്നും കിട്ടിയില്ല. നൾ സെറ്റ് ഒരു ഐഡിയ പറഞ്ഞല്ലോ നമ്മൾ. നൾ സെറ്റ് എലമെൻറ്റ്സ് ഒന്നും കിട്ടിയില്ല, നമ്മൾ അതിൻ്റെ എന്ന് പറയും നൾ സെറ്റ് എന്ന് പറയും. ഈ നൾ സെറ്റ് ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ? ഒന്നുമില്ല നമുക്ക് പറയാം, ഒന്നുമില്ല. അപ്പോൾ അതെന്ത് സെറ്റ് ആയിരിക്കും? ഫൈനൈറ്റ് സെറ്റ് ആയിരിക്കും. നൾ സെറ്റ് എപ്പോഴും എന്തായിരിക്കും? ഫൈനൈറ്റ് ആയിരിക്കും. നെക്സ്റ്റ് ഒരു ഹെഡിങ് സിംഗിൾട്ടൺ സെറ്റ് എന്നുള്ള കാര്യം ഒന്ന് എഴുതി വെച്ചേരെ. സിംഗിൾട്ടൺ സെറ്റ്. സിംഗിൾട്ടൺ സെറ്റ്. സിംഗിൾട്ടൺ സെറ്റ്. Singleton set. എന്താണ് സിംഗിൾട്ടൺ സെറ്റ്? എന്താ സിംഗിൾട്ടൺ സെറ്റ് എന്ന് നമ്മൾ ഒന്ന് പറഞ്ഞായിരുന്നു. ഇതാണ് ഒരു സെറ്റിൽ നമ്മൾ എലമെൻസിനെ എഴുതി കഴിഞ്ഞപ്പോൾ ഒന്നും കിട്ടില്ലേ നമ്മളതെന്ന് പറയും നൾ സെറ്റ്, എം ടി സെറ്റ്, വോൾ സെറ്റ് എന്നൊക്കെ പറയും. ഇനി എഴുതിയപ്പോൾ വന്നപ്പോൾ എന്താണ് സെറ്റിലെ ആകെ ഒരു എലമെൻറ്റ്, ഒരു മെമ്പർ, ഒരു ഒബ്ജക്റ്റ് മാത്രമേ വന്നെങ്കിൽ അങ്ങനെയുള്ള സെറ്റുകളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സിംഗിൾട്ടൺ സെറ്റ് എന്ന് വിളിക്കുന്നത്. ഒറ്റയ്ക്ക് ഒരു എലമെൻറ്റ് വന്നെങ്കിൽ, ഒറ്റയ്ക്ക് ഒരു എലമെൻ്റ് ആണുള്ളതെങ്കിൽ നമുക്ക് അതിനെന്തെന്ന് വിളിക്കാം? സിംഗിൾട്ടൺ സെറ്റ് എന്ന് വിളിക്കാം. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 5 and 7. 5ൻ്റെയും 7ൻ്റെയും ഇടയിലുള്ള നാച്ചുറൽ നമ്പർ ഏതാണ്? നാച്ചുറൽ നമ്പർ ഏതാണ്? 6.
ഒരെണ്ണല്ലേ നമുക്ക് എഴുതാനുള്ളൂ, 6 മാത്രമേ എഴുതാൻ കിട്ടിയുള്ളൂ. ശരിയല്ലേ? വീണ്ടും അടുത്തൊരു എക്സാമ്പിൾ, സെറ്റ് ഓഫ് ഈവൻ പ്രൈം നമ്പർ. 2 മാത്രമേ അതിൽ വന്നുള്ളൂ. ശരിയല്ലേ? അപ്പോൾ ആ സെറ്റിലേക്ക് നമുക്ക് എന്തെന്ന് വിളിക്കാം? സിംഗിൾട്ടൺ സെറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, എഴുതി വെച്ചേ. If a set has only one element, we call it a singleton set. We call it a singleton set. സിംഗിൾട്ടൺ എക്സാമ്പിൾ 2 എഴുതി വെച്ചേ. എക്സാമ്പിൾ സിംഗിൾട്ടൺ സെറ്റ് വരുന്ന 2 എക്സാമ്പിൾസ് തന്നെ എഴുതാമോ? ഞാൻ പറഞ്ഞു തരണോ? തന്നെ എഴുതാൻ പറ്റുമെന്ന് തോന്നുന്നു അല്ലേ? സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പർ ബിറ്റ്വീൻ 5 and 7. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം കേട്ടോ. സെറ്റ് ഓഫ് ഈവൻ പ്രൈം നമ്പർ. നിങ്ങളത് സെറ്റ് എഴുതി ഒന്ന് കാണിക്കണേ. ഒരെലമെൻറ്റേ ഉള്ളൂ. രണ്ട് എക്സാമ്പിൾസ് എഴുതിയോ? സിംഗിൾട്ടൺ സെറ്റിന് 2 എക്സാമ്പിൾസ്. ഓക്കെ, അപ്പം നമ്മൾ രാവിലെ മുതൽ ഇപ്പോൾ വരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ക്രോഡീകരിച്ചൊന്ന് പറയാം. ഒന്ന് ഓടിച്ചിട്ട് പറയാം. എന്നിട്ട് ബാക്കി സെക്ഷൻസ് നമുക്ക് ഉച്ചയ്ക്ക് ചോറുണ്ടതിന് ശേഷം പറയാം. ഇനി അടുത്തൊരു സെറ്റ് നമുക്ക് തുടങ്ങാം. അത്യാവശ്യം ഒന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ കണ്ട ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ. നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു, എന്തൊക്കെ വാക്കുകളിലൂടെ പഠിച്ചു ഒന്ന് തുടങ്ങി വെക്കുക. ബാക്കി നമുക്ക് ഓരോരുത്തരെ കൊണ്ട് പറയിപ്പിക്കാം. സെറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ തുടങ്ങി വെച്ചു അല്ലേ? എന്താ സെറ്റ്? സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ്. വെൽ ഡിഫൈൻഡ് ആയിരിക്കണം, അതാണ് അവിടെ ഓർക്കേണ്ട കാര്യം. 2 എക്സാമ്പിൾ പറഞ്ഞേ എൻ്റെ അഭിനവേ. സെറ്റിൻ്റെ 2 എക്സാമ്പിൾ. ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് അല്ല സെറ്റിൻ്റെ എക്സാമ്പിൾ. ഇനി സെറ്റിൻ്റെ എക്സാമ്പിൾ അല്ല, നോട്ട് സെറ്റിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. കളക്ഷൻ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് സെറ്റ് അല്ലേ? അതങ്ങ് പോയി കഴിഞ്ഞാൽ എന്നാ അത് ഇൻഫിനിറ്റ് സെറ്റ് ആവുന്നല്ലേ ഉള്ളൂ. ഇൻഫിനിറ്റ് സെറ്റാ അത്. നാച്ചുറൽ നമ്പർ ഇപ്പം നോക്കിക്കേ. കളക്ഷൻ ഓഫ് നാച്ചുറൽ നമ്പർ ഏതാണെന്ന് അഭിനവ് ഒന്ന് പറഞ്ഞേ. 1 2 3 4 അഭിനവ് പറഞ്ഞപ്പോൾ അത്. ഈ ഞാൻ പറഞ്ഞാലും എനിക്ക് എൻ്റെ ഉത്തരം ഞാൻ ഉത്തരം തന്നെയല്ലേ പറയുള്ളൂ. ഈ രഹനോട് ചോദിച്ചാൽ രഹൻ എന്തിനേ പറയുള്ളൂ. ആഫ്രിക്കക്കാരനോട് ചോദിച്ചാൽ അവരെന്താ പറയുള്ളൂ. എല്ലാവരും ചോദിച്ചാൽ അവർ സെയിം ആൻസർ തരുള്ളൂ. അത് വെൽ ഡിഫൈൻഡാ അല്ലേ? അമേരിക്കക്കാരും പറഞ്ഞാലും ആഫ്രിക്കക്കാരനോട് ചോദിച്ചാൽ അവരെല്ലാം എന്താ പറയുള്ളൂ? 1 2 3 4 പറയുള്ളൂ നാച്ചുറൽ നമ്പറിന് സെറ്റ്. ശരിയല്ലേ? അപ്പോൾ അതിൻ്റെ വെൽ ഡിഫൈൻഡ്. അപ്പോൾ അതെന്തിന് എക്സാമ്പിളാ? സെറ്റിന് എക്സാമ്പിളാണ്. എൻ്റെ ചോദ്യം സെറ്റിന് എക്സാമ്പിൾ അല്ലാത്തത്. സിനിമ കാണുന്ന ആളാണോ? സിനിമയൊന്നും കാണാറില്ല. ക്രിക്കറ്റ് കളി എന്തെങ്കിലും സ്പോർട്സോ അങ്ങനെ എന്തെങ്കിലും താല്പര്യമുള്ള ആളാണോ? ലോകത്തിലെ 5 സ്പോർട്സുകാരുടെ പേര് പറ. ഏതിൽ 5 സ്പോർട്സ് എന്തെങ്കിലും ആയിക്കോട്ടെ. ഇനി പോട്ടെ, 5 പേര് അഭിനവ് ഓർത്തു.
ഈ അഭിരാമിയോട് ഞാൻ ഈ സെയിം ചോദ്യം ചോദിക്കുക. അഭിനവ് പറയുന്ന പേരായിരിക്കും അഭിരാമി പറയണത്? ഇതിൽ നിർബന്ധമുണ്ടോ? അല്ല. ഇനി ഒരു അമേരിക്കക്കാരനോട് ഞാൻ പോയി ചോദിക്കുക 5 സ്പോർട്സ് താരം പേര് പറയുമ്പോൾ അഭിനവ് പറഞ്ഞ അതേ ഉത്തരവായിരിക്കും അമേരിക്കക്കാരൻ പറഞ്ഞത്? വേറെ അവരുടെ നാട്ടിലുള്ള വല്ലവരുടെ പേരൊക്കെ പറയുള്ളൂ, ശരിയല്ലേ? ഇനി ഒരു ആഫ്രിക്കക്കാരനോട് അല്ലെങ്കിൽ ഒരു ഓസ്ട്രേലിയക്കാരനോട് ഞാൻ പോയി ചോദിക്കുക 5 സ്പോർട്സുകാരുടെ പേര് പറഞ്ഞാൽ ആൾക്ക് ഇഷ്ടപ്പെട്ട 5 സ്പോർട്സുകാരുടെ പേരാ പറയുള്ളൂ, ശരിയല്ലേ? അപ്പോൾ ഓരോരുത്തർക്കും സെയിം ചോദ്യം ചെയ്യുന്നപ്പോൾ ഉത്തരങ്ങൾ പലതാ വന്നത്. ഓക്കെ, അപ്പോൾ അവിടെ വെൽ ഡിഫൈൻഡ് എന്നുള്ള കാര്യം നടന്നോ? ഇല്ല. അതുകൊണ്ട് അത് എന്താവില്ല, സെറ്റിന് എക്സാമ്പിൾ ആവില്ല. ആ കഥ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കൊച്ചു കയറി വന്നത്. അതുകൊണ്ടാട്ടോ ഒന്നുകൂടെ അങ്ങ് പറഞ്ഞത്, ഒന്ന് സെറ്റാക്കിയത്. ഇതേ അപ്പോൾ നമ്മൾ സെറ്റ് എന്താന്ന് പറഞ്ഞു, സെറ്റിന് 2-3 എക്സാമ്പിളൊക്കെ പറഞ്ഞു അല്ലേ? സെറ്റ് ആവുന്നു, സെറ്റ് അല്ലാത്തതിനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നു. ശേഷം പിന്നെ പറഞ്ഞത് എന്താണ്, നമ്മൾ കുറച്ച് പോയിന്റുകൾ നമ്മൾ എഴുതേണ്ട കാര്യങ്ങൾ കോമയിട്ട് എഴുതണം, ബ്രേസസിനുള്ളിലാക്കണം, ഡിനോട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, എലമെന്റ് ഓഫ്, ബിലോങ്സ് ടു, നോട്ട് ബിലോങ്സ് ടു എന്നൊക്കെ പറഞ്ഞില്ലേ? ആ കുറച്ച് പോയിന്റ്സ് ഒക്കെ പറഞ്ഞു. പിന്നെ റെപ്രസെൻറ്റേഷൻ, എങ്ങനെയൊക്കെ സെറ്റുകളിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം, എങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാം, റോസ്റ്റർ ഫോമിലും സെറ്റ് ബിൽഡർ ഫോമിലും റെപ്രസെന്റ് ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ ബേസ് ചെയ്ത് കുറച്ച് ചോദ്യങ്ങൾ ചെയ്തു. അതിനുശേഷം പിന്നെ നമ്മൾ എന്താ പഠിച്ചതെന്ന് എന്തോ കേട്ടില്ല, പറഞ്ഞോ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെറ്റ്. ഏതൊക്കെ സെറ്റുകൾ നമ്മൾ പരിചയപ്പെട്ടത്? നൾ സെറ്റ് കണ്ടു, ഫൈനൈറ്റ് ഇൻഫൈനൈറ്റ് സെറ്റ്സ് കണ്ടു, ഈക്വൽ സെറ്റ്സ് കണ്ടു. ഓക്കെ, അതിനെ ബേസ് ചെയ്ത് നമ്മൾ കുറച്ച് ചോദ്യങ്ങളും ഇപ്പോൾ ചെയ്തു. ഓക്കെ.